അച്ഛാ, ഈ നായരുടെ ലക്ഷണം ഒന്ന് പറയാമോ? തറവാടിത്തവും തണ്ടും തന്തിയിലാഴെ ഇങ്ങനെ തകാരത്വയമൊത്തെങ്കിൽ തർക്കിക്കേണ്ടത് നായര. തറവാടിത്തവും തണ്ടും ഞാൻ കേട്ടത് തന്തയില്ലായ്മയും ഉണ്ടെങ്കിൽ എന്നാണ് ആദ്യം കേട്ടത്. കൊള്ളാം, ബാക്കിയോടെ കേട്ടെ. തകാരത്വയമൊത്തെങ്കിൽ തർക്കിക്കേണ്ടത് നായര. തറവാടിത്തവും തണ്ടും തന്തരാഴി ഉണ്ടെങ്കിൽ തർക്കിക്കേണ്ടവൻ നായരായിരിക്കും. ഇല്ലയോ? ഇതെങ്ങനെ മാസ് ബിജിഎമ്മും ഡയലോഗും ഒക്കെ കൊള്ളാം. ഇതൊരു പക്ഷെ ഈ നായന്മാര് സ്വയം ഉണ്ടാക്കിയതായിരിക്കാം. നമ്മൾ കേട്ടിട്ടുള്ളത് പടയ്ക്ക് പിന്നിൽ ഇലയ്ക്ക് മുന്നിൽ എന്നാണ്. അതായത് ഏത് സദ്യയുടെ മുന്നിലും നായന്മാര് കാണും. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അടുത്തുള്ള ഈ അമ്പലത്തിലെ അന്നദാനത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്യൂവിൽ ഫസ്റ്റ് അടിച്ചു കയറാൻ വേണ്ടി നായന്മാര് കാണും. ഈ ഈഴവന്മാരുടെ കന്നിയഞ്ച് പരിപാടി ഉണ്ടല്ലോ, അന്ന് പായസം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അന്ന് നോക്കേണ്ട ഫ്രണ്ടിൽ തൂക്കാത്രമായിട്ട് യവന്മാര് കാണും നായന്മാര്. സ്വയം തള്ളുമ്പോഴത്തേക്ക് ഈ നാട്ടുകാർ പറയുന്നത് വേറെ രീതിയിലാണ്. കാരണം ഒരു അന്നദാനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ കൂടുന്നിടത്തോ നായന്മാരായിരിക്കും മുമ്പിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിന്റെ പോരാട്ടത്തിന്റെ പേരിൽ ഈ തളവൻ പറഞ്ഞ കറക്റ്റ് ആണ്. അതിന്റെ കമന്റുകൾ കോമഡിയാണ് കേട്ടോ. നായരുടെ ലക്ഷണം, യഥാർത്ഥ പേര് നായ എന്നാണ്, പിന്നെ നായരായതാണ്. ഏതോ ഒരു ഭയങ്കര വിദ്യാഭ്യാസ സമ്പന്നനാണ് എഴുതിയേക്കുന്നത്. സഹൃദയൻ അച്യുതൻ. ചില ഫ്രണ്ട്സ് എനിക്ക് 6 ലക്ഷം രൂപ കടം വന്നിട്ട് പോലും ചോദിച്ചിട്ടില്ല. എനിക്ക് ഐ ഹാവ് സച്ച് ഫ്രണ്ട്സ്. എനിക്ക് അങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടായിരുന്നു. ഐ ഡിഡ്ന്റ് ഹാവ് മണി ആൻഡ് അതൊക്കെ ഐ ആം സ്റ്റിൽ ഗ്രേറ്റ്ഫുൾ ആയി. അങ്ങനത്തെ ഒരു ഫ്രണ്ടിന് ഇപ്പൊ എനിക്കൊരു ബൈക്ക് മേടിച്ചു കൊടുക്കണം പറഞ്ഞിരിക്കുക. പക്ഷെ ഐ ആം ട്രൈങ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. ലൈക്ക് ഐ വാണ്ട് ടു ബൈ ഹിം മേ ബി Z900 ഒരു കവാസാക്കിയുടെ ബൈക്ക്. അവൻ തന്ന പൈസനെ കണ്ടിട്ടാവില്ല, പക്ഷെ ആ പൈസയും ആ ബൈക്കും കൂടി കൊടുക്കണമെന്നുള്ള ആഗ്രഹമായിട്ടിരിക്കും. 3-4 ഇനി അവന് പൈസ കൊടുത്ത എല്ലാ കൂട്ടുകാരും ഈ ബൈക്കിന് വേണ്ടി കാത്തിരിക്കൂലേ? ആ പേരും കൂടെ പറഞ്ഞു വിടാടാ. എന്ത് മനുഷ്യനാടാ നീ? സിനിമകളുടെ ഞാനിങ്ങനെ കൂടി ഒരു ചെറിയൊരു ലിപ്പ് പോലത്തെ സംഭവിച്ചത്. ലിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ലിപ്പായിട്ട് ചെയ്തു, പക്ഷെ അത് വെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ഫിലിമിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമുക്കെല്ലാം അറിയുള്ളൂ. നമ്മളെ മോർഫിംഗ് ആണെന്ന് മറ്റേ ചേച്ചി പറഞ്ഞ പോലെ. എന്തായാലും അതുകൊണ്ട് കുറച്ച് കമന്റ്സ് ഒക്കെ വന്നു. അപ്പൊ കമന്റ് ഇട്ട എല്ലാവരോടും പറയുകയാണ്, അതൊക്കെ ഞങ്ങളുടെ അഭിനയമാണ്, അല്ലാണ്ട് ലിപ്പ് അടിച്ചു കൊടുത്തില്ല. പൊന്നോ ലാലേട്ടന് പറ്റുമോ? അഭിനയമാണ്, ഞങ്ങൾ ലിപ്പ് ചെയ്ത അഭിനയമാണ്. അത് ഇത്രേ ഉള്ളൂ. ഫിലിം അങ്ങ് വെട്ടി ചേർത്ത് വെച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടോളിൻ. ഫിലിം അങ്ങ് സെലോട്ടോപ്പ് വെച്ച് വെട്ടി ഒട്ടിച്ചേക്കുന്നതാണ്. ആ പെണ്ണിന് ചുണ്ടിൽ ചൊറിയാറുമ്പോ നമുക്കറിയാം അഭിനയമായിരുന്ന യാഥാർത്ഥ്യമായിരുന്നാണ്. ഗുണ്ടയാണ് എന്ന് വെച്ചാൽ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം എന്റെ പേരിൽ ഇത്രയും കേസുകളും കാര്യങ്ങളും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നെ സ്നേഹിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അവർക്കൊരു വിഷയം വന്നാൽ അത് എന്റെ വിഷയമായിട്ട് ഞാൻ പോയി പ്രതികരിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, ഒരാളെ സങ്കടം കേട്ടാൽ അത് ജെന്യൂനാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത് ഇറങ്ങും. അതിലെല്ലാ കാര്യം ഞാൻ ഇടപെടാറുണ്ട്. അതിന്റെ പേരിൽ ഒരു ഗുണ്ടാപ്പട്ടം കിട്ടിക്കഴിഞ്ഞാൽ അത് ആരും അങ്ങനെ വിളിച്ചോട്ടെ, എനിക്കതിൽ നന്മയുള്ള കേരളം. പഠിക്കാൻ പോണവന്മാര് പോയി ഗുണ്ടാവട. ഇത്രയും മാന്യമായിട്ടുള്ള നോബൽ സമ്മാനം വരെ കിട്ടാൻ പറ്റുന്ന ഒരു ജോലിയാണ് മനുഷ്യ സഹായം. അത് ഗുണ്ടകളുടെ ഒരു ട്രേഡ് മാർക്ക് കാര്യമാണ്. കാരണം ഇയാളുടെ അടുത്ത്, അല്ലെങ്കിൽ ഞാൻ ഗുണ്ടായാലും എന്റെ അടുത്ത് അപ്പുറത്തണ്ണമെന്ന് പറയും, ഞാൻ തുടങ്ങുന്ന ഷോപ്പിംഗ് മാളിന്റെ തൊട്ടടുത്തൊരു ചെറിയൊരു കുറെ പിച്ചക്കാരെടുത്തുന്ന ചായക്കലുണ്ട്, അവന്മാരടുത്ത് പൈസ കൊടുക്കാന്ന് പറയുമ്പോൾ അവന്മാർ വലിയ എമൗണ്ട് ആണ് ചോദിക്കുന്നത്. അവന്മാർ ഒഴിഞ്ഞു പോണില്ല. നീ അവന്മാരെ ഒന്ന് ബോംബിട്ട് കൊന്ന് അല്ലെങ്കിൽ വെട്ടിക്കൊന്ന് ആ പുരടന്ന് ഒഴിച്ചു തന്നാൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ തരാം, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പോയി സഹായിക്കുക. ഇതാണ് ഗുണ്ടയുടെ കർത്തവ്യം. മനസ്സിലായില്ലേ? അത് ഗുണ്ട എന്ന് പറയുന്നത് മോശം കാര്യമൊന്നുമല്ല. മനുഷ്യരെ സഹായിക്കുന്ന ഒരു ജോലിയാണ് ഗുണ്ട. അത് പൈസ ഉള്ളവനാണോ ഇല്ലാത്തവനാണോ എന്ന് പ്രസക്തമല്ല ഇവിടെ. പക്ഷെ മനുഷ്യനെ സഹായിക്കുക, ഒരാവശ്യം വരുമ്പം സഹായിക്കുക. ഗവൺമെന്റിന് അത് പറ്റില്ല. ഗവൺമെന്റിന്റെ ഒക്കെ കാര്യം നടക്കണമെങ്കിൽ അറിയാലോ. അപ്പൊ ഇവരെ പോയി കണ്ടാൽ പെട്ടെന്ന് നടക്കും. അതുകൊണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പോവാതെ ഈ പരിപാടിക്ക് പോവുക. മനസ്സിലായില്ലേ? ചുണ്ടിന്റെ ഇടയിലും മുക്കിന്റെ ഇടയിലൊക്കെ പൊടിയൊക്കെ തിരുവി പരിപാടിക്ക് പോവുക. ഭാവിയിൽ ഒരു നോബൽ സമ്മാനം ഉറപ്പാണ്. എന്റെ മമ്മീനെ ചെറുപ്പത്തിൽ അണലി കടിച്ചിട്ടുണ്ട്. അണലി കടിച്ച് അപ്പൊ തന്നെ മരിക്കുന്ന പറയണം. പക്ഷെ മമ്മി അറിഞ്ഞില്ല. അത് കാരണം മമ്മി രക്ഷപ്പെട്ടു. പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ മമ്മിക്ക് ഒരു തളർച്ചയും അത് സ്വാഭാവികമാണ്. അതായത് പേടിച്ചില്ലെങ്കിൽ നമ്മൾ രക്തഓട്ടം കുറയും. അപ്പൊ സ്ലോലി ആയിരിക്കും ആ ഒരു വിഷത്തിന്റെ മൂവ്മെന്റ്. ഉറങ്ങാതിരിക്കണം. എന്നിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോ ഈ പാമ്പ് വൈദ്യന്മാരെ എങ്ങനെയാണെന്നറിയോ? ദേ ആർ വെയിറ്റിംഗ്. അവരവിടെ കാത്തു നിൽക്കുക മമ്മീനെയും കൊണ്ടുവരുന്നു. വേഗം കൊണ്ടുപോവാ, കാരണം ഒരു സമയം കഴിഞ്ഞാൽ നോക്കാൻ പാടില്ല. അതെങ്ങനെയാ നോക്കേ? ഈ ഒരു ചുരപ്പും ഇല്ലാത്ത ഈ പാമ്പ് വൈദ്യന്മാര് വെളിയിൽ അവന്മാരെ അസിസ്റ്റന്റിൽ നിർത്തിയിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ പറയാൻ നിർത്തേക്കാണ്, വരിക, നിങ്ങൾ തന്നെ കാത്തിരിക്കണേ, അകത്ത് കാത്തിരിക്കാന്ന്. അങ്ങനെ സ്വപ്നം കണ്ട് നിങ്ങളെ കൊത്തുന്നതും പാമ്പ് വരെ അകത്ത് വരെ കസേരയിൽ ഇരിക്കുകയാണ് വിഷം എടുക്കാൻ, വേഗം വരിക എന്ന് പറയാൻ വേണ്ടി അവിടെ ആൾറെഡി സ്ക്രിപ്റ്റും കൊടുത്ത് ഇരുത്തേക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് ഇത് പുഴത്തുന്ന ആൾക്കാരും ഉണ്ടെന്നാണ്. ഇതൊക്കെ എന്ത് പറയാനാണ് ഇവന്മാരൊക്കെ? ഇതിന് നോക്ക്, പുള്ളി നോർമലായി. വട്ടാണ് പറയണത്, ബുദ്ധിയില്ലായ്മയാണ് പറയുന്നത്. പുള്ളി നോർമലായി. ഞാൻ ഈ സപ്പോർട്ട് ചെയ്യാൻ കമന്റ് ഇടാൻ വേണ്ടി വരുന്നുണ്ട്. അണലി എന്ന് പറയുന്നത് കുന്നംകുളം സ്റ്റാൻഡിൽ ഓടണ ബസ്. എന്റെ പേര് ശരണാർ നായർ. വിവരമുള്ള നായരുമുണ്ട് എന്ന് തെളിയിക്കുന്ന കമന്റ്. അണലി അറിയാത്ത ആ മയിര് ഏതാണാവോ? അതിന് ഇവിടെ പ്രസക്തിയില്ല.
പെരുമാറ്റത്തിലും ആ മാറ്റം, സൗന്ദര്യം എല്ലാം മാറ്റം. പക്ഷെ വിവരമില്ലായ്മയാണ് പറയുന്നത്. അതിനെ പൊക്കി പറയാനാണ് ആൾക്കാർക്ക് ഒരു സന്തോഷം. എനിവേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും സ്റ്റിൽ അത് ഇപ്പോഴും ഉണ്ടാവും, അടുത്ത ജനറേഷനും ഉണ്ടാവും, എല്ലാ ജനറേഷനും ഇത്തരം പൊട്ടന്മാരുണ്ടാവും. വെറും 604 രൂപയ്ക്ക് വേണ്ടി കേരള വാട്ടർ അതോറിറ്റിയിലെ പേ പിടിച്ച ചെന്നായ്ക്കളെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർ, യാവനെന്നുള്ളതല്ല, ഇത് വട്ടിയൂർക്കാവാണ്. ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതല്ല, ഞാൻ ഇപ്പൊ തൊട്ടപ്പുറത്ത് പേരുണ്ട്, പേ പിടിച്ച പന്നീരമോൻ. യാവനായാലും എനിക്കൊരു വിഷയമല്ല. പക്ഷെ ഈ പാവത്തിന്റെ വീട്ടിൽ നിന്ന് കോൺക്രീറ്റ് ആയിരുന്നു. ഞാൻ വെച്ചുകൊടുക്കുന്ന വീടാണ് ഞാൻ ഓരോരുത്തരുടെ തെണ്ടിപ്പറക്കി, മുട്ടാത്ത വാതിലില്ല, അങ്ങനെ തെണ്ടിപ്പറക്കി ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഈ വീടാണ്. ഈ വീട്ടിൽ ഇന്ന് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റിന് 2 ദിവസം മുമ്പ് യുവമാരൊന്ന് ചെയ്ത പണിയെന്ന് വെച്ചാൽ 604 രൂപ ബില്ല് ഇവിടെ ചുരി വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. അവന്റെ അമ്മയുടെ വീട്ടിലാണ് അവൻ കട്ട് ചെയ്തിട്ട് വന്നത്. എന്ത് ഉദ്യോഗസ്ഥനാണ് ഇവിടെ? മന്ത്രിയില്ലേ? ഏത് മന്ത്രിയാണ്? കേരള വാട്ടർ അതോറിറ്റിയിലെ മന്ത്രി. നിങ്ങൾ ഏത് വലിയ മന്ത്രി ആയാലും ശരിയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇമാതിരി പാവപ്പെട്ടവർ നിങ്ങൾ തെണ്ടിത്തനം കാണിക്കുന്നത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതുകൊണ്ട് പറയാണ്, പാർട്ടി പറഞ്ഞല്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇമാതിരി തെണ്ടിത്തനം കാണിച്ചാൽ മേലെ എന്റെ ഇതിന്റെ കമന്റുകൾ ആദ്യം പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലോട്ട് വരാം. വാട്ടർ അതോറിറ്റി പാവങ്ങളോട് ഇങ്ങനെയാണ് കാണിക്കുന്നത്, ശരിയാണോ? ഇതിന്റെ കമന്റുകൾ ഞാൻ വായിച്ച് തുണയ്ക്കുന്നില്ല. കാരണം ഇതിലെ കൂടുതൽ കമന്റുകളും വാട്ടർ അതോറിറ്റിയും ഗവൺമെന്റിനെയും കുറ്റം പറയുന്നതായിരിക്കും. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഇയാളെ പൈസ അടച്ചോ? ഈ പ്രസംഗിക്കുമ്പോൾ ആ പൈസ അടച്ചിട്ടാണോ അവരെ വന്ന് കട്ട് ചെയ്ത് പോയത് അല്ലയോ എന്ന് പറയണ്ടേ? പിന്നെ ഇങ്ങനെ വെക്കുന്ന വീടാണോ അല്ലയോ എന്നല്ല. ഒരാൾ ബില്ലിട്ടുള്ള അടയ്ക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമല്ലേ? അത് കറക്റ്റ് സമയത്ത് അടച്ചില്ലെങ്കിൽ വന്ന് കട്ട് ചെയ്തിട്ട് പോകുക എന്നത് പ്രോപ്പറായിട്ട് ബിസിനസ് നടത്തുന്ന രീതിയല്ലേ? ഇതാണ് എനിക്ക് മനസ്സിലാവും. നമ്മൾ ഗവൺമെന്റ് ഫൈൻ അടയ്ക്കുന്നു, അതിനെതിരെ നമ്മൾ പ്രക്ഷോഭം നടത്തും. ഫൈൻ എന്തിനാണ്? അതെ, ഹെൽമെറ്റ് വെക്കാത്തതിന് ഫൈൻ, അല്ലെങ്കിൽ അതുപോലെയുള്ള ട്രാഫിക് നിയമങ്ങളും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഫൈൻ ചോദിക്കുന്നതേ അവർ നിയമം ലംഘിക്കുന്നതുകൊണ്ടാണ്. ആ നിയമം പാലിച്ചാലെന്താ? ഈ ഫൈൻ ഒന്നും കിട്ടൂലല്ലോ. എന്നിട്ട് ആ ഫൈൻ ഇടുന്നതിന് ഇതുപോലുള്ള പ്രക്ഷോഭം. അതുപോലെയാണ് ഈ സംഭവം. അതായത് ബില്ല് വന്നു, ബില്ല് അടച്ചില്ല, അതിന് പൈപ്പ് മുറിച്ചിട്ട് പോയി. അത് പ്രൈവറ്റ് സ്ഥാപനമാണെന്ന് വെക്കുക. അവര് കറക്റ്റ് സമയത്ത് പൈസ അടച്ചില്ലെങ്കിൽ വന്ന് കട്ട് ചെയ്ത് പോയിരുന്നെങ്കിൽ ഇങ്ങനെ കിടന്ന് കുരയ്ക്കാൻ പറ്റുമോ? കുരയ്ക്കാൻ ഒരു ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് കുരയ്ക്കാൻ പറ്റുന്നത്. ഇവിടെ ആരുടെ സൈഡിലാണ് ന്യായം നോക്കണ്ടേ? ഷുഗർ അടിച്ചല്ലേ അങ്ങ് ഓഞ്ഞു പോയല്ലോ. ഞാൻ ഷുഗർ അല്ല, ഞാൻ ആളെ കൊച്ചാക്കരുത്. ക്യാൻസർ പേഷ്യൻറ്റ്. ആൾക്കാരൊന്ന് കിടിക്കും കേട്ടോ എൻ്റെ മറുപടി. ക്യാൻസർ എന്ന് വെച്ചാൽ പേടിച്ച് പിന്മാറിയിട്ട് കാര്യമില്ല. ഇത്രയും ക്യാൻസർ പോയി ചാവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് ഞാൻ പിടിച്ച് നിന്നില്ലേ? അതുപോലെ ഇത് ഫൈറ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് എനിക്ക് അറിയാൻ ലിസി എന്നെ വിളിച്ചു പറയാറ്, രാജേട്ടൻ ഒരു പോരാളിയാണ്, യു ആർ എ ഫൈറ്റർ. ഈ രോഗം വന്നൊന്നും കണക്കാക്കണ്ട, അതിന് ഫൈറ്റ് ചെയ്യണം. മമ്മൂട്ടി എൻ്റെ അടുത്താണ്, നീ ഫൈറ്റ് ചെയ്യണടാ, നീ ഫൈറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ അസുഖം വന്നപ്പോഴും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം, നിങ്ങളാണ് നമ്മുടെയൊക്കെ ഒരു ധൈര്യം, ഫൈറ്റ് ചെയ്യണം. നമ്മൾ പേടിച്ച് വീട്ടിൽ പുതച്ച് കിടന്നാൽ അതവിടെ തീർന്നതാണ്. നമ്മൾ പഴയതിനേക്കാൾ ആക്റ്റീവ് പോവുക. ചിലർക്ക് അസുഖം വന്നത് വെളി പറയാൻ മടിയൊക്കെ. ഇന്നലെ അതൊരു റിയാലിറ്റിയാണ്. വെളി പറയാൻ ഭയങ്കര മടിയാണ്. അതായത് അതുമൂലം ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതായത് നമ്മളിപ്പോൾ RCC, ട്രിവാൻഡ്രത്തെ ക്യാൻസർ ട്രീറ്റ്മെന്റ് സെന്റർ ആണ് RCC. പക്ഷേ നമ്മുടെ തിരുവനന്തപുരത്ത് എനിക്ക് പരിചയമുള്ള പലരും ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ വന്നാൽ RCC പോവില്ല, മെഡിക്കൽ കോളേജിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യുക. അതെന്തിനാണ്? RCCയിൽ പോകുന്നതെന്ന് പറയാനുള്ള നാണക്കേട്. 4 പേര് അറിഞ്ഞാലൊരു നാണക്കേട്. അങ്ങനെ വെളിയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ പോയി ട്രീറ്റ്മെന്റ് ചെയ്ത് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് അവരവിടെ നിന്ന് പേര് വെട്ടി വിടുമ്പോഴത്തേക്ക് പോയി RCC പോകും. ലാസ്റ്റ് സ്റ്റേജിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർക്ക് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര അറപ്പുള്ള രോഗമായിട്ട് തോന്നി? അവർക്ക് ഡയറക്റ്റ് RCC പോകാൻ, അല്ലെങ്കിൽ 4 പേരോട് ഞാൻ RCCയിലാണ് പോകുന്നത് എന്ന് പറയാൻ മടിക്കുന്നത് എന്തിനാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്റെ അറിവിലൊരു ആളുണ്ട്, എന്റെ ഫാമിലിയിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്കൊരു അറിവുണ്ട്. അപ്പൊ എന്റെ അറിവിൽ മറ്റൊരാൾക്ക് ക്യാൻസർ വന്നപ്പോഴത്തേക്ക് അയാളോടത്ത് പറഞ്ഞു, നിങ്ങൾ RCC പോകും, ചുമ്മാ നടന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊന്നും പോകണ്ട, RCC തന്നെ പോകും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞത്, RCC പോയി അവിടെ ചെന്ന് കയറിയ പിന്നെ ശവമാറ്റേ പുറത്തിടുന്നു. ഇവൻ എത്ര വിവരമുണ്ട്? സംഭവിക്കാൻ പോകുന്നത്, ഇവൻ ഇങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അവര് പൈസ ഊറ്റി അവസാനം ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് അവര് RCCയിലോട്ട് വിടും. അവിടെ പോയി അവിടെ നിന്ന് നരകിച്ച് മരിക്കുന്നതാണ് ഈ കാണുന്ന ഈ ശവമായി പുറത്തു കൊണ്ടുവരുന്നത്. അല്ലാതെ എത്രയോ ആൾക്കാർ RCCന്ന് ഫൈറ്റ് ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. രണ്ടാമത് ഇയാൾ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ക്യാൻസർ ഫൈറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ വളരെ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്യാൻസർ രോഗം വന്ന് ഫൈറ്റ് ചെയ്ത് ആ രോഗം മാറി വന്ന ആൾക്കാർ പുതിയ ആൾക്കാരായിരിക്കും. അതിനു മുമ്പ് ഏത് രീതി എത്ര നെഗറ്റീവ് പേഴ്സൺ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് വന്ന് കഴിയുമ്പോൾ അവർ ന്യൂ പേഴ്സൺ ആയിട്ട് വരുന്ന കാണാം. ക്യാൻസർ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു മഹത്തായ അസുഖം എന്ന് വേണം പറയാൻ. ഈ വീഡിയോ കാണുന്നവരിൽ നിങ്ങളെ ബന്ധുക്കളിൽ നിങ്ങൾക്ക് ക്യാൻസർ വന്നാൽ അത് 4 പേർക്ക് തുറന്നു പറയാ, എനിക്ക് ക്യാൻസർ ആണ്, ഞാൻ ഫൈറ്റ് ചെയ്യുന്നു. അതൊരു പ്രൗഡാണ്. ഉദാഹരണം നോക്കുക, നമുക്ക് യുവരാജ് സിംഗ് ഒന്ന് ആലോചിക്കുക, അങ്ങേര് ക്യാൻസർ ഫൈറ്റ് ചെയ്ത് വന്ന് പെർഫോം ചെയ്ത ചെയ്യേക്കും. ഇതുപോലുള്ള ഇഷ്ടം പോലെ സ്റ്റാറുകളുണ്ട്. നമുക്ക് ക്യാൻസർ ഒളിച്ചു വെക്കേണ്ട അസുഖമല്ല, അത് തുറന്നു പറയേണ്ട അസുഖമാണ്, അത് ഫൈറ്റ് ചെയ്യേണ്ട അസുഖമാണ്, അത് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ട അസുഖമാണ്. മനസ്സിലായില്ലേ? നമ്മളെ പോലത്തെ വാണങ്ങളുണ്ടല്ലോ, ഇങ്ങനത്തെ ആൾക്കാരെ ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് പറയും AI, സ്റ്റെറോയിഡ്,
ഇഞ്ചക്ഷന് കുത്തിവെച്ചതല്ലേ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജിമ്മിലും പോകത്തില്ല, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കും, വായ്ത്താളോ അടിച്ച് ഇങ്ങനെ ഇരിക്കും. എന്നാൽ എന്തെങ്കിലും ചെയ്യുന്ന ഒരുത്തനെ പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യമില്ല, വേണ്ട, മിണ്ടാതിരുന്നൂടെ? അതില്ല. സ്വന്തമായി പുകഴ്ത്തുന്ന ബാണം. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ ബാണത്തിനെ സ്നേഹിക്കുന്നവര് കമന്റ് ഇടും, അത് പറയാൻ നീ ഏത് ബാണം, നിന്നെ ആരെങ്കിലും അറിയോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്, ആ കമന്റ് ഇടാൻ നീ ഏത് ബാണം എന്ന് ഞാൻ ചോദിക്കും. ബാണം ബാണം സർവത്ര, എല്ലാം ബാണമയം. ഇവരൊക്കെ ഭയങ്കര വേദവാക്യം പോലെ ഓരോ സാധനം ഇടും, അത് സെന്റിമെന്റൽ ട്യൂണും ചേർത്ത് സ്റ്റാറ്റസ് ഇടാൻ കുറെ, അതും ബാണങ്ങൾ. ബാണം ബാണം സർവത്ര. അടുത്ത ബാണം എന്ന് പറയണമെങ്കിൽ ഞാൻ നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ആളായിരിക്കണം. സത്യത്തില് കോപ്രായങ്ങൾ കാണിച്ചാൽ ആൾക്കാർ കാണുമെന്നും കമന്റുകൾ വരുമെന്നും ലൈക്ക് കിട്ടുമെന്നും റീച്ച് കിട്ടുമെന്നും ഒക്കെ തിരിച്ചറിയുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നത് ബ്രില്യൻസ് ആണ്. അത് കണ്ട് അതിനെ കുറ്റം പറഞ്ഞ് അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന നമ്മളാണ് കോമാളികൾ, ബാണങ്ങൾ. അല്ലെങ്കിൽ നോക്കുക, അവരെ എന്തിനു വേണ്ടിയാണ് ഇടുന്നതെന്ന് പൂർണ്ണമായിട്ട് അറിയാവുന്ന നമ്മൾ തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, അവരാഗ്രഹിക്കുന്ന രീതിയിൽ കമന്റുകൾ ഇടുകയും ആ വീഡിയോ റീച്ച് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ ആരാണ് ബാണം? ദേ ആർ ബ്രില്യൻറ്റ്. ഈ കോപ്രായങ്ങൾ കാണിച്ച് റീൽസ് ഉണ്ടാക്കുന്ന എല്ലാവരും ബ്രില്യൻ്റ് ആൾക്കാരാണ്. അപ്പൊ ഇതൊരു കോപ്രായം എന്ന് വിചാരിക്കും, കുഴപ്പമില്ല. ബിക്കോസ് ഐ എം ഗോണ ബി ദ ബെസ്റ്റ് യൂട്യൂബ് റിയാക്ഷൻ വീഡിയോ വ്ലോഗർ കമ്മിങ് സൂൺ. ഇവനൊക്കെ ഏത് അക്ഷരം തെറ്റാതെ വിളിക്കാം, ബാണം. ആ സൈക്കിള് പോയ ചെറുക്കണ്ടല്ലോ, ആ ചെറുക്കനെ ഇരിക്കാതെ പോയ ഭാഗ്യം. ഇവനെ പോലുള്ള മരവാണങ്ങളെ ഉണ്ടാക്കിയ ആ വാണക്കുറ്റി പുഴുത്തു പോകണം എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? റോട്ടിൽ കിടന്ന് എന്നിട്ട് അതൊരു മയില് വീഡിയോ ഉണ്ടാക്കി ഇട്ടേക്കുന്നു, അതിന് റീച്ച് കിട്ടുന്നു. എന്ത് മരവാണങ്ങളാണ്! മര്യാദയ്ക്ക് റോഡ് നിയമങ്ങളും പാലിച്ച് പോകുന്നവന്മാരെ കൊല്ലാൻ വേണ്ടി ഇത്തരം എന്ത് പറയാനാണ് ഈ നല്ല മനുഷ്യരെ? ഈ കാണുന്ന ഫോട്ടോയില് അപ്പൂപ്പന്റെ ഭാര്യ ഒളിഞ്ഞിരിപ്പുണ്ട്. എവിടെയാ ഭാര്യ ഒളിഞ്ഞിരിപ്പുണ്ട് നോക്കാം. അപ്പൂപ്പന്റെ കാലിന്റെ ഇടയിൽ ഇങ്ങനെ പറയണം. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നടുക്കൊരു വെട്ട് ഇപ്പൊ കട്ടയ്ക്ക് ഇങ്ങനെ മസിൽ തെറിച്ച് വന്നത് കാണാൻ നല്ല രസമാണ്, കാണാൻ നല്ല ചേരുണ്ട്. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തത് കാരണം കിട്ടിയ ഒരു എഫക്റ്റും കൂടിയാണെന്ന് ഓർക്കുമ്പോൾ ഒരു ആത്മസംതൃപ്തിയും കിട്ടും. പുട്ടിയിട്ട് പെയിന്റ് അടിക്കുന്ന പോലെ ലോ ബാക്ക് സ്പൈനെ പിടിച്ചു നിർത്തുന്നത് 2 ലെയർ മസിലുകളാണ്. ഈ പുറമെയുള്ള മസിലിനെയാണ് നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതും സ്ട്രെങ്ത് ചെയ്യുന്നതും ബിൽഡ് ചെയ്യുന്നതും. ശരിക്കും അകത്ത് കിടക്കുന്ന മസിലാണ് സ്പൈനെ പിടിച്ചു നിർത്തുന്ന മസിൽ. ഈ പുറമെയുള്ള മസിലിനെ സ്ട്രെങ്ത് ചെയ്യുന്നതിനനുസരിച്ച് ഈ മസിൽ വീക്കായി കൊണ്ടിരിക്കുക. ഇത് വീക്കായി ഒരു പരിധി കഴിയുമ്പോൾ സ്പൈനിലേക്കുള്ള പിടുത്തം കുറയും. ഈ പിടുത്തം കുറയുമ്പോൾ നമ്മൾ ഇവിടെ സ്ട്രെങ്ത് ചെയ്ത് വെച്ചിരിക്കുന്ന മസിൽ പിടുത്തം കൊടുക്കാനായിട്ട് നോക്കും. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ ഈ മസിൽ കിഴക്കും ചെയ്യും, വേദന എടുക്കുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ വിളിച്ചു വരുത്തുന്ന നടുവേദന എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പറയണേ ലോ ബാക്ക് പെയിൻ. ചുമ്മാ തിന്നുകൊണ്ട് വീട്ടിൽ ഇരിക്കുന്നവന്മാർക്ക് ഇങ്ങനെയൊക്കെ പറയാം. അല്ല, എനിക്ക് അവന്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യമാണ്, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവന്മാര് പുറത്തെ മസില് സ്ട്രോങ് ആക്കും, അകത്ത് വീക്ക് ആവും. ഓക്കെ, അപ്പൊ ഇതുപോലെ തിന്നോണ്ടിരുന്ന അകത്തതും പുറത്തതും സ്ട്രോങ് ആവും. ചുമ്മാ തിന്നോണ്ട് ഇങ്ങനെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് 2 സ്ട്രോങ് ആവില്ലല്ലോ, 2 വീക്ക് ആയിക്കൊണ്ടിരിക്കല്ലേ. ഒന്നെങ്കിലും സ്ട്രോങ് ആവട്ടെ. ഇവനൊക്കെ ചോറിട്ട് കൊടുക്കണമാരാണ് പറയാൻ. ഈ കോപ്രായങ്ങൾ കാണിക്കുന്നവരുടെ ഇടയിൽ ഇങ്ങനെയുള്ളവർ വ്യത്യസ്തരാണ്, അഭിനന്ദനം അർഹിക്കുന്ന ആൾക്കാരാണ്. എന്തല്ലേ ആ റോഡങ്ങ് ഇടിഞ്ഞു താന്ന്. നമുക്ക് ഗവൺമെന്റിനെ ഇങ്ങനെ കുറ്റം പറയാൻ എന്ന് വിചാരിച്ചാലേ നിങ്ങൾ നോക്കി നോക്കിയാണ്, അതായത് ഇടിഞ്ഞു വീണ് അത് ഇനി താഴെ ഇടിഞ്ഞു വീഴുമോ എന്ന് ഉറപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് തൊട്ട് എന്ത് ആത്മാർത്ഥത്തോടെ ആൾക്കാർ ഓടിക്കോടുന്നു നോക്കിയാണ്. ഇത്രയും പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാരുള്ളിടത്ത് ഇത്രയെങ്കിലും ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഉള്ളത് നന്നായി. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് വിചാരിക്കരുത്. ഈ റെഡ് ഞാൻ കോൺഗ്രസിന്റെ പരിപാടിക്കിടുന്ന ഡ്രസ്സാണ്, അപ്പോൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഈ പൊട്ടന്മാരല്ലേ വിജയിപ്പിച്ചു വിടുന്നത്. ഇത്രയും പൊട്ടന്മാര് ഉള്ള നാട്ടില് ഇതൊക്കെ നടക്കുന്നത് അതിശയകരം. അപ്പോ ഇന്നത്തെ എന്റെ റിയാക്ഷൻ വീഡിയോയിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാലും അത് സഹിച്ചോളണം. ഒരാളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുമോന്ന് അറിയില്ല. എനിവേ, സൈനിങ് ഓഫ്. ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. ഐ എം സോ ടയർഡ് ഓഫ് സീയിങ് ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ഭയങ്കര പാടാണ്. എനിവേ, ബൈ.